തൃശൂരിൽ പുലിക്കളി ആവേശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. വാദ്യതാളത്തിൽ അരമണി കിലുക്കിയും കുടവയർ കുലുക്കിയും പുലിക്കൂട്ടം ഇന്ന് നഗരഹൃദയം കീഴടക്കും. രാവിലെ തന്നെ പുലിമടകളിൽ ചായം തേക്കുന്ന ചടങ്ങുകൾ തുടങ്ങും. വൈകിട്ട് 4 മണിയോടെ സ്വരാജ് റൗണ്ടിലിറങ്ങുന്നത് 9 സംഘങ്ങളിലായി 459 പുലികളാണ്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത് ഈ ഒരു പുലികളിയുടെ ആവേശത്തിലാവാൻ. തൃശൂർ നഗരി ഈ ഒരു ആവേശത്തിന്, അല്ലെങ്കിൽ ഈ ഒരു പുലികളിയുടെ ആ ഒരു ആവേശത്തിലായിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ളത്? ദിത്തി, വലിയ ആവേശത്തിൽ തന്നെയാണ് പുലികളി. ആവേശം തുടങ്ങി രാവിലെ മുതൽ, അല്ലെങ്കിൽ പുലരി മുതൽ ഈ ഒരു മേക്കപ്പും അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചമയവും ഒക്കെ തന്നെ തുടങ്ങിയ ആ ഒരു നിമിഷം തന്നെ ഈ പുലികളി ആവേശമൊക്കെ തന്നെ തൃശ്ശൂർക്കാരങ്ങോട്ട് ആവാഹിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഈ ഓണത്തിന്റെ ഭാഗം എന്നുള്ളതിനേക്കാൾ ഉപരി ഓണത്തിന്റെ ഏറ്റവും അവസാനത്തെ ആഘോഷം കൂടിയാണ് ഈ ഒരു പുലികളി എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പുലികളിയാണ് ഓണാഘോഷത്തിന്റെ, തൃശ്ശൂർക്കാർക്ക് ഓണാഘോഷത്തിന്റെ സമാപനം എന്നുള്ളതും കൂടിയുണ്ട്. ഞാനും ഇതിന്റെ ഭാഗമാകാൻ ഒരു പുലി മുഖം മൂടി വാങ്ങിയിട്ടുണ്ട്. സാധനം എങ്ങനെ ഉണ്ട്? കൊള്ളാവോ? എനിക്ക് ഈ കണ്ണട ഉള്ളതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ തകർത്തേനെ. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിട്ടങ്ങ് ഇറങ്ങും. ഇതിന്റെ പുറത്ത് കണ്ണട ഇടാൻ പറ്റുവാണെങ്കിൽ ഞാൻ ആ പരിപാടിയെങ്കിലും ചെയ്യും. എന്തായാലും ഇവിടെ ഇതിന് കാണാനായി 3 മണിയോടുകൂടി ഈ പുലികളൊക്കെ മെല്ലെ മടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ എല്ലാം മടയിൽ നിന്നും അവസാനഘട്ട ഒരുക്കവും ഒക്കെ തന്നെ കഴിഞ്ഞു. ഒന്നിങ്ങോട്ട് വരാമോ? ഗുരുവായൂരിന്ന് വന്നാണോ? പുലികളി കാണാൻ വന്നോ? എല്ലാ കൊല്ലം വരുമോ? ഇല്ല, കൊല്ലം ആദ്യമായിട്ടാ. എങ്ങനെയുണ്ട് ആവേശം? എങ്ങനെയുണ്ട് ആവേശം? കുഴപ്പമില്ല. അതെ. അപ്പം ഇതിനായിട്ട് ഫുൾ ഫാമിലി ഇറങ്ങി. ആരൊക്കെയാ കൂടെ? ആരൊക്കെയാ അവിടെ? അളിയനും വൈഫ് എല്ലാരും ഉണ്ട്. അതെ, ചെറിയ മോളൊക്കെ ഉണ്ടല്ലോ. എന്താ മോടെ പേരെന്താ? ആത്മിക. അപ്പം ആദ്യമായിട്ടായിരിക്കും ആത്മിക പുലികളി കാണുന്നല്ലേ? അതെ അതെ. ഇഷ്ടമാണോ പുലിയെ? ഇഷ്ടമാണോ? പുലിയെ കുഴപ്പമൊന്നുമില്ല. എന്താ മോന്റെ പേരെന്താ? ആദിദേവ്. അപ്പൊ പുലിയെ ഇഷ്ടമാണ്. ഏത് കളർ പുലിയെ ഇഷ്ടം? വൈറ്റ്. അപ്പൊ വൈറ്റ് പുലി കുറെ ഉണ്ട്. കാണണം കേട്ടോ, അടിച്ചു പൊളിയാ. അപ്പം അതാ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെ. അതാ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. നിരവധി പേര് ഇവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നുണ്ട്. ചേട്ടാ, പേരെങ്ങനാ? ഞാൻ സോമൻ. ഇവിടെ തന്നെ? അതെ. എത്ര കാലമായി പുലികളി കാണുന്നു? 40 കൊല്ലമായി. അപ്പം എപ്പോഴെങ്കിലും പുലിവേഷം കെട്ടണം തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇതിന്റെ ഭാഗമാകുക, ആസ്വദിക്കുക. കമ്പനിക്കാരനായിരുന്നു. അതെ. അപ്പം ഇപ്പം എപ്പോ എത്തി? കുറച്ച് നേരമായി എത്തി. ഞാൻ വൈഫ് മാത്രം. ആണോ? നല്ല വെയിലല്ലേ? ഇല്ല, തണലുണ്ട്. സീറ്റ് പിടിച്ചാൽ കണ്ടില്ലേ? അപ്പം ആവേശം ഉണ്ടല്ലേ? പിന്നെന്താ, നമ്മുടെ നാട്ടിൽ നിന്ന് വിളിന്നൂരുണ്ട്. എന്റെ ദേശം എല്ലാരും അവിടെ ഇറങ്ങി 4 മണിക്ക് ഇറങ്ങുള്ളൂ. 4 മണിയൊക്കെ ആവും അല്ലേ? എല്ലാവരും ഓരോരുത്തരായിട്ട് അങ്ങനെ ഇറങ്ങി തുടങ്ങി. കുറെ സർപ്രൈസ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ തകർക്കാം, പൊളിക്കാം നമുക്ക്. അതാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി പേര് അത്രത്തോളം ആൾക്കാരാണ് ഈ ഒരു പുലികളിയുടെ ഭാഗമായത്. തൃശ്ശൂർ എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ നാടാണ്, ഉത്സവങ്ങളുടെ നാടാണ്, ആനകളുടെ നാടാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്സവം വരിക എന്ന് പറയുമ്പോൾ അത് കാണാൻ ആൾക്കൂട്ടം എന്തായാലും ഉണ്ടാവും. ചേട്ടാ, പേരെങ്ങനെ? എന്റെ പേര് പ്രകാശ്. അത് ഇവിടാണോ വീട്? അല്ല, മലപ്പുറം. മലപ്പുറത്തുനിന്ന് വരുവാണോ? പുലികളി കാണാനായിട്ട് വന്നാ? എത്ര കൊല്ലമായി ഇങ്ങനെ വരുന്നു? ആദ്യമായിട്ട് വരുന്നത്. എന്താ പുലികളിക്ക് പെട്ടെന്ന് വരാൻ ഒരു തോന്നാൻ? നാളായിട്ടുള്ള ആഗ്രഹമാണ് കാണാന്നുള്ളത്. പ്രാവശ്യം ഒത്തുവപ്പോ എല്ലാവരും കൂടി വന്നു, ഫാമിലി ആയിട്ട് വന്നു. മകനാണോ? അഖിൽ കൃഷ്ണ. എന്താ ചെയ്യുന്നത്? എത്രയിൽ പഠിക്കുന്നു? 9-ലോ? എവിടാ? സ്കൂൾ ഏതാ? ചെട്ടിയാങ്ങനാർ. ഓക്കെ. അവിടെ മലപ്പുറത്തു നിന്നാണ് ഇവര് മൊത്തം ഈ ഒരു പുലികളി കാണാനായിട്ട് വന്നതല്ലേ? അപ്പം പലതരം പുലികളുണ്ട്, ഒരുപാട് സർപ്രൈസ് ഉണ്ട്, ഫ്ലോട്ടുകളുണ്ട്, ടാബ്ലോകള് ഒക്കെ ഉണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു? എല്ലാം കഴിച്ച് റെഡി ആയിരിക്കുക. നേരത്തെ വന്നിരിക്കുക. 4 മണിയോടെ എല്ലാം ഇറങ്ങി തുടങ്ങിയതാ പറഞ്ഞു. അപ്പൊ എന്തായാലും കണ്ട് നമുക്ക് അടിപൊളിയാക്കണം അല്ലേ? അടിപൊളിയാക്കണം. അപ്പം ആദ്യത്തെ പുലികളി അനുഭവം. അതെ. ഇതൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കിടക്കുന്ന. അതെ. പൂരം കാണാൻ വന്നായിരുന്നു?
ഇല്ല, പൂരം കാണാൻ വന്നില്ല. ഇനി പൂരം കാണാനും വരണം. പൂരം കാണാൻ വരണം. അടുത്ത പൂരത്തിന് ഓക്കെ, തകർക്കും. ഇതേപോലെ നമുക്ക് തകർക്കണം. എൻ്റെ വീട് കോഴിക്കോടാ. അപ്പം എന്തായാലും നമ്മുടെ അയൽവാസിയാ, മലപ്പുറംകാരാ. അപ്പം നേരത്തെ തന്നെ ഇവിടെ എത്തി, എല്ലാം റെഡിയാണ്. ഭക്ഷണവും കഴിച്ച് അല്ലേ? ഇനി നേരെ നല്ല ചൂടുണ്ടല്ലേ? നല്ല ചൂടുണ്ട്. അതെ, കുഴപ്പമില്ല, നല്ല പരിപാടി കാണാലോ. ആവേശമാണല്ലോ. അതെ. അപ്പം ആവേശത്തിലാണ്. ഈ ഒരു ആവേശം തന്നെയാണ് എല്ലാവർക്കും, ഇവിടുത്തെ ജനപ്രതിനിധികളടക്കമുള്ള നമ്മുടെ രാജൻ മിനിസ്റ്റർ രാവിലെ പറഞ്ഞായിരുന്നു അവരുടെയൊക്കെ ആവേശം എന്താണ്. ചേട്ടാ പേരെന്താ? ഷമ്മി ഹീറോ ആണോ? ഷമ്മി ഹീറോ ആണ്. അപ്പം ഷമ്മി കഴിച്ചോ? ഫുഡ് കഴിച്ചു. അപ്പൊ ഷമ്മി ചേട്ടൻ എവിടെന്നാ? മാഹി എന്നാണോ? കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ബോർഡർ. അതെ, അറിയാം. മാഹി ഫേമസ് ആണല്ലോ. മാഹി കുറച്ച് ഫേമസ് ആണ്. അപ്പം എങ്ങനെ ആദ്യത്തെ പുലികളി അനുഭവമാണോ? ഞാൻ ഫസ്റ്റ് പേര് തന്നെ ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല നല്ല ഫോട്ടോകൾ നോക്കാൻ ശ്രമിക്കാം. ഞാൻ ആ ഭാഗത്തെ ഇങ്ങനെ മാറി നിൽക്കാം കേട്ടോ. എൻ്റെ കൂടെ ഒന്ന് എടുത്തു പൊക്കണം ചുമ്മാ, ഞാൻ അറിയാതെ. അപ്പം എന്തായാലും തകർക്കണം നമുക്ക്. തീർച്ചയായും പുലികളി തകർക്കണം. ചേട്ടാ പേരെങ്ങനെ? രേഷ്മോൻ. എവിടെ സ്ഥലം? എവിടെ? ഇവിടെ തന്നെ തൃശ്ശൂർ തന്നെ. മോന്റെ പേര്? റിജിൽ കൃഷ്ണപുര. എത്രയല്ല പഠിക്കുന്നേ? ഇല്ല, KG യാ. പുലികളി കണ്ടിട്ടുണ്ടോ മുമ്പ്? ഇല്ല. ഏത് കളർ പുലിയാ ഇഷ്ടം? യെല്ലോ. യെല്ലോ ആണോ ഇഷ്ടം? ഓ, അതാണ് യെല്ലോ. യെല്ലോ ഇഷ്ടമാണോ? യെല്ലോ ആണോ ഇഷ്ടം? യെസ്. അപ്പൊ യെല്ലോ പുലികൾ കുറെ ഉണ്ട്. പുള്ളിപ്പുലിയുണ്ട്. പിന്നെ ഏത് പുലിയാളെ? വരയംപുലി ഉണ്ട്. വെള്ളപ്പുലി കൊള്ളത്തില്ലേ? മഞ്ഞപ്പുലിയാണല്ലോ. ഞങ്ങൾക്ക് മഞ്ഞപ്പുലിയാ ഇഷ്ടം. അപ്പം എത്ര കൊല്ലമായി ഇപ്പം ഈ ഒരു പുലികളി സ്ഥിരം കാണുന്നത്? എല്ലാ കൊല്ലം കാണാറുണ്ട്. നമ്മുടെ മക്കളെ കൊണ്ട് കടന്ന് കാണിക്കുക. പുലിവേഷം കെട്ടാൻ തോന്നിയിട്ടുണ്ട്? കെട്ടാൻ തോന്നിയിട്ടൊന്നുമില്ല, പക്ഷെ വന്ന് കാണാനൊരു ആഗ്രഹമുണ്ട്. ആവേശമുണ്ട്, ആസ്വദിക്കും. അതെ. അപ്പൊ കുറച്ച് കഴിയുമ്പോഴേ മോൻ പറയുക, അച്ഛൻ എനിക്കൊന്ന് പുലിവേഷം കെട്ടണം എന്ന് പറഞ്ഞാൽ അവനങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കല്ലാണ്ട്. കുറെ കുട്ടിപ്പുലികളുണ്ട്. എല്ലാം നമ്മളൊരു ചേട്ടനോട് ചോദിച്ചപ്പം ആ പുള്ളി 15 കൊല്ലമായിട്ട് കെട്ടുക. 7ാം വയസ്സ് കെട്ടി തുടങ്ങിയാന്നാ പറഞ്ഞു. 3 വയസ്സോ? 4 വയസ്സ് സമയമുണ്ട്. വേണേ ഇപ്പോഴേ കെട്ടി തുടങ്ങാം. ഏറ്റവും പ്രായം കുറഞ്ഞ പുലി എന്നുള്ള റെക്കോർഡ് കിട്ടും. നമ്മളത് ചെയ്യാണ്ടൊന്നിരിക്കില്ല. അതെ, പൂരം കാണുക, പുലികളി കൂടുക, ഇതൊക്കെ തന്നെ നമ്മുടെ ആഘോഷമാണ്. അപ്പം രശ്മി ചേട്ടന്റെയും ഫാമിലിയുടെ ഒക്കെ വിശേഷങ്ങളാണ്. ഇതാ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മോനെ ജെറാൾഡ്. ജെറാൾഡ് എത്രയല്ല പഠിക്കുന്നത്? UKG ആണോ? ഏത് കളർ പുലിയെ? പച്ചയാണോ ഇഷ്ടം? കളർ പുലിക്കാ? യെല്ലോ. ഈ യെല്ലോ ആണോ ഇഷ്ടം? ഇഷ്ടം. കുറെ യെല്ലോ പുലികൾ കുറെ ഉണ്ട്. പിന്നെ വെറൈറ്റി കളറുകളും ഉണ്ട്, പുതിയ കളറൊക്കെ ഉണ്ട്. പുലിവേഷം കെട്ടാൻ ഇഷ്ടമാണോ? പുലിയായിട്ട് രണ്ട് സ്റ്റെപ്പ് ഇടാൻ ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? സ്റ്റെപ്പ് ഇടാൻ ഇഷ്ടമല്ല? ഇവിടെ തന്നെ തൃശ്ശൂർ തന്നെ. അപ്പൊ കാലങ്ങളായി എല്ലാവരും വരാറുണ്ട്. കണ്ട് തഴമ്പിച്ചതല്ലേ? അപ്പം ഇനി എങ്ങനെ ചേട്ടന് പുലിവേഷം കെട്ടാൻ ആഗ്രഹമുണ്ട്? ആഗ്രഹമുണ്ട്, പക്ഷെ കെട്ടിയിട്ടില്ല. കെട്ടും. അതെ, അടുത്ത കൊല്ലം വരുമ്പം ജെറാൾഡ് ചേട്ടനെ കാണാം അല്ലേ? എന്തായാലും തകർക്കാം. ഇവിടുത്തെ കുറെ സർപ്രൈസുകളൊക്കെ പിന്നെ ഇഷ്ടംമാരിണ്ട്. എല്ലാ കൊല്ലവും കാണുന്നതാണ്. ഓരോ കൊല്ലവും പുതുമയാണ്. അടിപൊളി. കുറെ ടേബിളുണ്ട്, പുതിയ മോഡലുണ്ട്, പുതിയ കുറെ ഉണ്ട്. പുതിയ കുറെ ഉണ്ട്. എന്തായാലും തൃശ്ശൂർക്കാരനായിരിക്കുമല്ലോ നല്ലോണം ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. വെറുതെ പറഞ്ഞു കേൾക്കുമല്ലോ. എന്തായാലും ഇപ്പൊ വന്നോടങ്ങും പറയാം, കണ്ടാസ്വദിക്കുക. എന്നാലും കുറെ സർപ്രൈസ് ഒക്കെ ജെറാൾഡേട്ടന് അറിയാമെന്ന് എനിക്കറിയാം. ഒക്കെ ഉള്ളിലുണ്ട്, ഒന്നും പുറത്ത് പറയത്തില്ല. ഏത് ദേശമാ ചേട്ടൻ? അങ്ങനെ നമ്മളെല്ലാവരും തന്നെ. ഓ, അങ്ങനെ അല്ലേ? അപ്പം അതാ ട്രോഫി ഉണ്ട്, ട്രോഫിയൊക്കെ വരുന്നുണ്ട്. ഒന്ന് അങ്ങോട്ട് കാണിച്ചതാ ഈ ട്രോഫികളാ കേട്ടോ. ഇന്നിപ്പോൾ ഈ ഒരു പുലികളിയിലെ സമ്മാന വിജയികൾക്ക് കിട്ടാൻ പോകുന്ന ട്രോഫികളൊക്കെയാണ് ഈ കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ ആര് തൂക്കും? കഴിഞ്ഞ തവണ വിയൂർ യുവജന സംഘം തൂക്കി. ഇത്തവണ ആരാണ് തൂക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതിനുള്ള ആവേശമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. മടയുന്ന പുലികളൊക്കെ മെല്ലെ ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞു. പല ഭാഗങ്ങളിലുമൊക്കെ തന്നെ ആവേശം അങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ കപ്പ് ആർക്ക് കിട്ടും?
ആർക്കാണ് ആ കപ്പ്, ആരാണ് ആ കപ്പ് ഉയർത്തുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് എന്തായാലും പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും മറ്റൊരു ഭാഗത്ത് നമ്മുടെ റിയാസ് KMR ഒക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ. എന്തായാലും ഇവിടെ ജനങ്ങളെല്ലാം സജ്ജരായിരിക്കുകയാണ്. ഏത് നിമിഷവും പുലിയൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കുന്നത് ഒരു പുലി വിളയാട്ടമാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ വിശേഷങ്ങളുമായി റിയാസ് KMR നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, ഈ ഒരു ഇത്രയും കൊടും വെയിലത്ത്